ഒരു റാപ്പ് അറൗണ്ട് സ്കേർട്ട് തയ്ക്കാനായിട്ട് രണ്ട് അളവുകളെ ആവശ്യമുള്ളൂ. ഒന്ന് വേസ്റ്റും മറ്റൊന്ന് ലെങ്തും. ഈ അളവുകൾ വെച്ച് നല്ല ഭംഗിയായി നമുക്ക് റാപ്പ് അറൗണ്ട് സ്കേർട്ട് തയ്ച്ചെടുക്കാം. ഇനി ഈ തുണി നമുക്കൊന്ന് മടക്കിയിടാം കട്ട് ചെയ്യാനായിട്ട്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. തുണി രണ്ടായിട്ട് മടക്കിയിട്ടു. ഇനി ഇതാണ് മടക്ക് വശം. ഉണ്ടല്ലോ, ഈ മടക്ക് വശത്തെ ഒരു കോണിൽ നിന്നും അതിൻ്റെ തുമ്പെടുത്ത് താഴോട്ട് കൊണ്ടുവന്ന് മടക്കിയെടുക്കുക. അതായത് തുണി കോണാകൃതിയിൽ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. തുണി കോണാകൃതിയിൽ മടക്കി കഴിഞ്ഞപ്പോൾ താഴെ ഇവിടം വരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടല്ലോ. ഇനി നമ്മുടെ കയ്യിലുള്ള അളവുകൾ നമുക്കിതിനകത്ത് മാർക്ക് ചെയ്യണം. ഒന്ന് വേസ്റ്റും മറ്റൊന്ന് ലെങ്തും. അപ്പോൾ ആദ്യം നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു റാപ്പ് അറൗണ്ട് സ്കേർട്ടിന് 3 ഭാഗങ്ങളാണ്. ഒന്ന് ഫ്രണ്ട് പാർട്ട്, 2 ബാക്ക് പാർട്ട്, 3 ഓവർലാപ്പ്. അപ്പോൾ ഈ 3 ഭാഗങ്ങൾക്കും നമ്മൾ വേസ്റ്റ് അളവ് കൊടുക്കേണ്ടതുണ്ട്. ഇവിടുത്തെ വേസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. ഈ 36 ഇഞ്ചിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 18 കിട്ടും. ഈ 18 ഈ 3 ഭാഗങ്ങൾക്കും നമ്മൾ കൊടുക്കണം. ഫ്രണ്ട് പാർട്ട് 18 ഇഞ്ച് കൊടുക്കണം, ബാക്ക് പാർട്ടിന് 18 ഇഞ്ച് കൊടുക്കണം, ഓവർലാപ്പിന് 18 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ 18നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 54 എന്ന് കിട്ടും. ഇനി നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഈ സ്കേർട്ടിൻ്റെ 4/1 ഭാഗത്താണ്. അതായത് നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ട് ആ 4/1 ഭാഗത്താണ് നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ 54നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 13.5 ഇഞ്ചാണ് നമ്മളിവിടെ വേസ്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത്. കോണാകൃതിയിൽ നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന ഈ തുണിയുടെ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ നിന്നും താഴെ ടേപ്പ് വെച്ചിട്ട് എവിടെയാണോ നമുക്ക് 13.5 ഇഞ്ച് കിട്ടുന്നത് അവിടെ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കട്ടെ എവിടെയാണ് 13.5 ഇഞ്ച് കിട്ടുന്നതെന്ന്. എനിക്ക് ഇവിടെയാണ് 13.5 ഇഞ്ച് കിട്ടിയത്. ഞാൻ അവിടെ മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വശത്തും കൂടി മാർക്ക് ചെയ്യുകയാണ്. ഇനി ആ 2 പോയിൻറ്റും കൂടി നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യേണ്ടത് ലെങ്താണ്. ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് വേസ്റ്റ് ലൈനിൽ ടേപ്പ് വെച്ചിട്ട് താഴേക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും മാർക്ക് ചെയ്യുക. ഇവിടെ 31 ഇഞ്ച് ലെങ്താണ് വേണ്ടത്. 31 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 32 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റിൽ നമുക്ക് പടി വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഈ പടിക്ക് 3 ഇഞ്ച് വിഡ്ത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. 32 ഇഞ്ചിൽ നിന്നും 3 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ 29 ഇഞ്ച്. ആ 29 ഇഞ്ചാണ് ഇവിടെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. കോണാകൃതിയിലാണ് നമ്മൾ ഈ തുണി മടക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ലൈനിൽ ടേപ്പ് മാറ്റി വെച്ചാണ് നമ്മൾ ഈ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. കോണാകൃതിയിൽ മടക്കിയിട്ടിരിക്കുന്ന തുണിയുടെ അടിഭാഗമാണിത്. ഇവിടം വരെയാണ് നമുക്ക് 4 മടക്കായിട്ട് തുണി കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ താഴോട്ട് നമുക്ക് 2 മടക്കിലേ തുണി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലെങ്ത് അളന്ന് നോക്കാം. 29 ഇഞ്ച് നമുക്ക് കിട്ടുന്നത് ആ 2 മടക്കായിട്ട് മടക്കിയിരിക്കുന്ന തുണിയിലാണ്. അപ്പോൾ ഈ 2 മടക്കുള്ള തുണിയിൽ തന്നെ നമ്മൾ 29 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി ടേപ്പ് മാറ്റി വെച്ചിട്ട് വീണ്ടും 29 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുവരെയും 2 മടക്കുള്ള തുണിയിലാണ് 29 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുതൽ നമുക്കിനി 4 മടക്കുള്ള തുണിയിൽ ലെങ്ത് മാർക്ക് ചെയ്യാൻ സാധിക്കും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ. നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. കണ്ടല്ലോ, ആ മഞ്ഞ ലൈൻ അവിടെ വരെയാണ് നമ്മുടെ ലെങ്ത് കിട്ടിയിരിക്കുന്നത്. ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലൈനിൽ ഇവിടെ മുതലാണ് 4 പാളിയിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള അത്രയും ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇത്രയും ഭാഗം 2 ലൈനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഭാഗത്ത് തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കണ്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് വേസ്റ്റ് ഭാഗം തന്നെ കട്ട് ചെയ്ത് കളയാം. ഇനി താഴ്ഭാഗം ലെങ്തിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്യാം. സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സ്കേർട്ടിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെയാണ് നമ്മൾ 2 പാളി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. കണ്ടോ, ഇത് 2 പാളി. താഴോട്ട് കുറച്ച് ഭാഗമില്ല. ഈ ഭാഗം തൊട്ടാണ് നമുക്ക് 4 പാളിയിൽ ലെങ്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ഇത്രയും ഭാഗത്ത് നമുക്ക് 2 പാളി മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് അഡീഷണലായിട്ട് തുണി ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത തുണി തന്നെ നമ്മുടെ കൈവശമുണ്ട്. അതിൽ നിന്ന് 2 പീസ് ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുത്ത് വെക്കുക. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴത്തേനും തയ്യൽ തുമ്പും കൂടെ ഇട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കറക്റ്റ് നീളത്തിൽ നിങ്ങൾ കട്ട് ചെയ്യരുത്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് വേണം ആ തുണി കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു
വേസ്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള പടിയാണിത്. ഇത് 3.5 ഇഞ്ചിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് 3 ഇഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സൈഡ് ഞാനിത് മടക്കി അടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. സ്കേർട്ട് കട്ട് ചെയ്തപ്പോൾ ലെങ്ത് 2 പാളി ഉള്ളിടത്ത് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു കുറച്ച് ഭാഗം മാത്രം 2 പാളി ഉള്ളിടം വന്നു. ആ ഒരു ഭാഗത്ത് നമ്മളിതാ തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ആ ഭാഗത്ത് ഞാനൊന്ന് ചോക്ക് കൊണ്ട് വരച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത്രയും ഭാഗമാണ് നമ്മൾ തുണി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ സ്കേർട്ടിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ. ഇപ്പോൾ ഒരു സൈഡ് മടക്കി അടിച്ചു. ഇതുപോലെ തന്നെ അടുത്ത സൈഡ് നമുക്ക് മടക്കി അടിക്കണം. ഇനി ഈ പടി നമുക്ക് ഈ വേസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് പടിയുടെ നല്ല വശവും വേസ്റ്റിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്യാം. നമ്മൾ ആ മടക്കി അടിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമല്ല, മടക്കി അടിക്കാത്ത ഭാഗമാണ് ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ? 2 സൈഡിലും പടി ഇത്തിരി നീളത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കണേ. അറ്റാച്ച് ചെയ്ത പടി നമുക്കിനി മടക്കി കൊടുക്കാം. ഈ അറ്റം തൊട്ട് നമുക്ക് മടക്കി കൊടുക്കണം. 2ആയിട്ട് മടക്കി അടിക്കുക. അത് കണ്ടോ? അതിൻ്റെ ആ സൈഡൊന്ന് മടക്കി അടിച്ചതിന് ശേഷമാണ് നമ്മൾ 2ആയിട്ട് മടക്കി ഇങ്ങേ അറ്റം വരെ, അതായത് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയും നമ്മൾ ഇത് മടക്കി തയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടി മടക്കി അടിക്കണം. ഇത് റബ്ബർ റൗണ്ട് സ്കേർട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ അടി സ്ട്രെയിറ്റ് അല്ല, റൗണ്ടായിട്ടാണ്. അപ്പോൾ നമ്മൾ മടക്കി അടിക്കുമ്പം ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് കരുതുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ.